يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. സൂറത്തുൽ ബഖറയിലെ 104-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി യാ അയ്യുഹല്ലദീന ആമനു, അവിടെ ദീർഘമാണ്. 4-5 ഖദ്ർ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് ഈ ദീർഘത്തിൻ്റെ പേര്. ലാ തഖൂലു റാഇന, റാഇൻ്റെ മേലെ ഫത്ഹാണ്, അതിനുശേഷം അലിഫുണ്ട്. അപ്പോൾ നല്ലവണ്ണം കനപ്പിക്കേണ്ടതാണ്. റാഇന വഖൂലു ഉൻദുർന, ഇവിടെ ശരിക്ക് വഖൂലു അതിനുശേഷം ഉൻദുർന എന്നാണ് വേർതിരിച്ച് വായിക്കുമ്പോൾ ഉച്ചരിക്കേണ്ടത്. പക്ഷേ കൂട്ടി വായിക്കുമ്പോൾ വഖൂലു എന്ന വാക്കിൻ്റെ അവസാനത്തിലുള്ള ദീർഘാക്ഷരത്തെ നഷ്ടപ്പെടുത്തേണ്ടതാണ് ചേർത്ത് വായിക്കുമ്പോൾ. അതിനുശേഷം സുക്കൂനുള്ള നൂനാണ്, ഇഖ്ഫാഇന് നിയമമാണ് പിന്നീട് വരുന്നത്. 2 ഖദ്ർ മണിക്കേണ്ടതാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം വാ വന്നു. വാ അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. വഖൂലു ഉൻദുർന വലിൽ കാഫിരീന അദാബുൻ അലീം, ഇവിടെ നിർത്തുകയാണെങ്കിൽ അൽ മദ്ദുൽ ആരിദ് ലിസ്സുക്കൂനാണ് നിയമം. 2, 4, 6 ഖദ്ർ ദീർഘിപ്പിക്കാവുന്നതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 104-ാമത്തെ ആയത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ അല്ലെങ്കിൽ സത്യവിശ്വാസികളെ, ലാ തഖൂലു, നിങ്ങൾ പറയരുത്, റാഇന എന്ന്, വഖൂലു പറയുകയും ചെയ്യുവിൻ, ഉൻദുർന എന്ന്, വസ്മഉ കേൾക്കുകയും ചെയ്യുവിൻ, വലിൽ കാഫിരീന അവിശ്വാസികൾക്കുണ്ട്, അദാബുൻ ശിക്ഷ, അലീമുൻ വേദനയേറിയ. അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിൻ്റെ അർത്ഥം, വിശ്വസിച്ചവരെ നിങ്ങൾ റാഇന എന്ന് പറയരുത്, നിങ്ങൾ ഉൻദുർന എന്ന് പറയുകയും കേൾക്കുകയും ചെയ്യുവിൻ, അവിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളുടെ വളരെ മോശമായ ഒരു പെരുമാറ്റത്തെക്കുറിച്ച് അറിയിക്കുകയും മുസ്ലിംകളോട് അവരിൽ നിന്ന് വ്യത്യസ്തരായിക്കൊണ്ട് നിലകൊള്ളേണ്ട, വളരെയധികം സൂക്ഷിക്കേണ്ട ചില മര്യാദകളെ കുറിച്ച് ഉണർത്തുകയും ചെയ്യുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ബഖറയിലെ ഈ 104-ാമത്തെ ആയത്ത്. സഹോദരങ്ങളെ, നമ്മൾ ഈ ആയത്ത് പഠിക്കുമ്പോൾ ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. മദീനയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് മുസ്ലിമുകൾ ദീനീ കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് റാഇന എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവസ്ഥ ഗൗനിക്കണമേ, ഞങ്ങൾ ചോദിക്കുന്നത് ശ്രദ്ധിക്കണേ, ഞങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാകുന്ന രൂപത്തിൽ സാവധാനത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്നൊക്കെയാണ് സഹോദരങ്ങളെ ഈ റാഇന എന്ന അറബി പദത്തിന്റെ അർത്ഥം. അപ്പൊ സ്വഹാബികൾ ഈ പദം ഉപയോഗിച്ചിരുന്നത് അത് ശരിയായ ആശയത്തിലാണ്, ശരിയായ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടാണ് മുസ്ലിമുകൾ ഈ പദം ഉപയോഗിച്ചത്. എന്നാൽ യഹൂദികൾ ഈ പദത്തിന്റെ മറ്റൊരു അർത്ഥമാണ്, വളരെ മോശമായ ആശയമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർ ഉദ്ദേശിച്ചിരുന്നത്. അറബിയിൽ ദ്വയാർത്ഥമുള്ള ഒരു പദമാണ് വാസ്തവത്തിൽ റാഇന എന്ന ഈ ഒരു പദം. ഇവിടെ യഹൂദികൾ ഈ പദം ഉപയോഗിച്ചത് ആ പദത്തിന്റെ വിഡ്ഢി എന്ന അർത്ഥം വരുന്ന ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ ഉപയോഗിച്ചു വരാറുള്ള ഈ ഒരു പദത്തെ യഹൂദികൾ അവസരം മുതലെടുത്തുകൊണ്ട് ദുരുപയോഗം ചെയ്യുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കുന്നതിന് വേണ്ടി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നതിന് വേണ്ടി മോശമായുള്ള ആശയം ഉദ്ദേശിച്ചുകൊണ്ട് അവർ റാഇന എന്ന പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. ഈ ഒരു അവസരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് ഈ ഒരു പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യാൻ ഉപയോഗിക്കരുത് എന്ന് കൽപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തഖൂലു റാഇന, നിങ്ങൾ റാഇന എന്ന് പറയരുത്. വഖൂലു ഉൻദുർനാ വസ്മഉ, വഖൂലു ഉൻദുർനാ വസ്മഉ, നിങ്ങൾ ഉൻദുർന എന്ന് പറയുകയും കേൾക്കുകയും ചെയ്യുവിൻ. വലിൽ കാഫിരീന അദാബുൻ അലീം, അവിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലതും പറയുമ്പോൾ സന്ദർഭത്തിനൊത്ത് ആദരവും മര്യാദയും പാലിക്കുന്നവരാണ് തങ്ങളെന്ന് അഭിനയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റാഇന എന്ന വാക്ക് ആക്ഷേപത്തിന്റെയും പരിഹാസത്തിന്റെയും രൂപത്തിൽ ഉപയോഗിച്ചപ്പോൾ സത്യവിശ്വാസികൾ അപ്രകാരമുള്ള പദങ്ങൾ ഉപയോഗിക്കരുത്, മറിച്ച് ദ്വയാർത്ഥമില്ലാത്ത കളങ്കരഹിതമായ വാക്കുകൾ സത്യവിശ്വാസികൾ ഉപയോഗിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അതുകൊണ്ടാണ് റാഇന എന്ന വാക്കിന്റെ സ്ഥാനത്ത് ഉൻദുർന എന്ന വാക്ക് പറയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. ഇവിടെ ഉൻദുർന എന്ന വാക്കിന്റെ അർത്ഥം ഞങ്ങളെ നോക്കണം അല്ലെങ്കിൽ ഞങ്ങളെ ശ്രദ്ധിക്കണം എന്നൊക്കെ ആയതുകൊണ്ടും, അതുപോലെ തന്നെ റാഇന എന്ന വാക്കിലുള്ളതുപോലെ ഒരു ആക്ഷേപത്തിനും പരിഹാസത്തിനും ഈ വാക്കിൽ പഴുതില്ലാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വളരെ നല്ല രൂപത്തിലുള്ള ഒരു മര്യാദ പഠിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന സത്യനിഷേധികളായ ആളുകൾക്ക് അവർ നേരിടാനിരിക്കുന്ന ഭയാനകരമായ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുകയാണ് ഈ ആയത്ത് അവസാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വളരെ ചുരുക്കി ഇവിടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനി ഈ ആയത്തിന്റെ കൂടുതൽ വിശദീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.